ഗണേശായ നമഃ. നമസ്കാരം. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനലിൻ്റെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ശുഭകരമായ ഒരു വെള്ളിയാഴ്ചയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഗ്രഹനിലകൾ നമ്മുടെ ജീവിതത്തിൽ എന്ത് മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത് എന്നറിയാൻ നിങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണെന്ന് ഞങ്ങൾക്കറിയാം. ഇന്നത്തെ രാശിഫലങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനകളും കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക. ഇന്ന് 2026 ജൂൺ 19 വെള്ളിയാഴ്ച, ജ്യേഷ്ഠമാസത്തിലെ ശുക്ലപക്ഷത്തിലെ പഞ്ചമി തിഥിയാണ് ഇന്ന്. ആയില്യം നക്ഷത്രമാണ് ഇന്നത്തെ പ്രത്യേകത. സൂര്യോദയം രാവിലെ 5:41 സൂര്യാസ്തമയം വൈകുന്നേരം 7:15 ശുഭകാര്യങ്ങൾക്കായി ഉച്ചയ്ക്ക് 12:01 മുതൽ 12:55 വരെയുള്ള അഭിജിത്ത് മുഹൂർത്തം പ്രയോജനപ്പെടുത്താം. രാവിലെ 10:47 മുതൽ 12:28 വരെയുള്ള രാഹുകാല സമയത്ത് പുതിയ സംരംഭങ്ങൾ ഒഴിവാക്കുക. നമുക്ക് ഇന്നത്തെ നക്ഷത്രഫലങ്ങളിലേക്ക് കടക്കാം. പ്രിയപ്പെട്ട മേഡം രാശിക്കാരെ, ഇന്ന് ചന്ദ്രൻ ചിങ്ങം രാശിയിലേക്ക് പ്രവേശിക്കുന്നു. ഈ ഗ്രഹമാറ്റം നിങ്ങളുടെ വ്യക്തിജീവിതത്തിൽ വലിയ ഉന്മേഷവും സന്തോഷവും നിറയ്ക്കും. ഇന്ന് നിങ്ങൾ സാമൂഹികമായി വളരെ സജീവമായിരിക്കും. ഒരേ താൽപ്പര്യങ്ങളുള്ള പുതിയ ആളുകളെ പരിചയപ്പെടാൻ നിങ്ങൾക്ക് അവസരം ലഭിക്കും. സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും ഇന്ന് നിങ്ങളുടെ സന്തോഷത്തിന്റെ ഉറവിടമായിരിക്കും. അതിനാൽ അവരോടൊപ്പം പരമാവധി സമയം ചെലവഴിക്കാൻ താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ നിർദ്ദേശിക്കുന്നു. നിങ്ങൾ വിവാഹിതരോ അല്ലെങ്കിൽ പങ്കാളിയോ ഉള്ളവരാണെങ്കിൽ ഒരു റൊമാന്റിക് ഡിന്നറിന് ഇന്ന് ഏറ്റവും അനുയോജ്യമായ ദിവസമാണ്. ഇന്ന് വൈകുന്നേരം 5 മണി മുതൽ 7 മണി വരെയുള്ള സമയം നിങ്ങൾക്ക് വളരെ അനുകൂലമാണ്. തവിട്ടുനിറം ഇന്ന് നിങ്ങൾക്ക് ഭാഗ്യം നൽകും. ഈ വർഷം നിങ്ങളുടെ ജാതകത്തിൽ ശനിഗ്രഹത്തിന് വലിയ സ്വാധീനമുള്ളതിനാൽ ധ്യാനമോ പ്രാർത്ഥനയോ ചെയ്യുന്നത് തടസ്സങ്ങൾ നീക്കാനും നിങ്ങളുടെ ഊർജം വർദ്ധിപ്പിക്കാനും സഹായിക്കും. പരിഹാരം: ഇന്ന് പ്രകൃതിയുമായി ഇണങ്ങി അല്പസമയം ചെലവഴിക്കുക. പ്രിയപ്പെട്ട ഇടവം രാശിക്കാരെ, ഇന്ന് ചന്ദ്രൻ ചിങ്ങം രാശിയിലാണ്. നിങ്ങളുടെ അടുത്ത ബന്ധുക്കളുമായുള്ള ബന്ധത്തിൽ ഇന്ന് അല്പം അസ്വസ്ഥതകളുണ്ടായേക്കാം. എന്നാൽ വിഷമിക്കേണ്ട. ജീവിതത്തിൽ ഇത്തരം കാര്യങ്ങൾ സ്വാഭാവികമാണ്. സാഹചര്യം മെച്ചപ്പെടുത്താൻ ശ്രമിക്കുക. എന്നാൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ വിളിച്ചു പറയുന്നതിന് മുൻപ് വാക്കുകളിൽ കർശനമായ നിയന്ത്രണം പാലിക്കുക. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ ജ്യോതിഷികളുടെ അഭിപ്രായത്തിൽ ഇത്തരം സാഹചര്യങ്ങളിൽ ആശയവിനിമയം തന്നെയാണ് ഏറ്റവും നല്ല പരിഹാരം. എങ്കിലും കാര്യങ്ങൾ കൈവിട്ടുപോകുന്നു എന്ന് തോന്നുകയാണെങ്കിൽ അല്പം മാറി നിൽക്കുന്നതാണ് ഉചിതം. തെറ്റ് എവിടെയാണെന്ന് മനസ്സിലാക്കാൻ മറ്റുള്ളവർക്ക് അവസരം നൽകുക. മറ്റുള്ളവരുടെ വികാരങ്ങളെ മാനിക്കുക. നിങ്ങളുടെ മാനസികാവസ്ഥയിൽ രാഹുവിന്റെ സ്വാധീനമുള്ളതിനാൽ സമാധാനവും ആന്തരിക ശാന്തതയും നിലനിർത്താൻ ഒരു വിശുദ്ധ വസ്തുവോ രത്നമോ കൈവശം വയ്ക്കുക. പരിഹാരം: ഇന്ന് മനസ്സിന് ഉന്മേഷം നൽകാൻ ഒരു ചെറിയ ഇടവേള എടുക്കുക. പ്രിയ മിഥുനം രാശിക്കാരെ, ചിങ്ങം രാശിയിലൂടെയുള്ള ചന്ദ്രന്റെ സംക്രമണം നിങ്ങളുടെ വ്യക്തിജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. ഈ ആശയക്കുഴപ്പത്തിന്റെ സമയത്ത് നിങ്ങൾ വിശ്വസിക്കുന്ന ആരെങ്കിലും നിങ്ങൾക്ക് ആവശ്യമായ ആശ്വാസം നൽകും. ഒരു വെല്ലുവിളി നിറഞ്ഞ സാഹചര്യത്തിൽ നിന്ന് പുറത്തുകടക്കാനും ജീവിതം വീണ്ടും ശരിയായ പാതയിലാക്കാനും നിങ്ങൾക്ക് സഹായവും മാർഗനിർദ്ദേശവും ആവശ്യമായി വന്നേക്കാം. നിങ്ങളെ പിന്തുണയ്ക്കാൻ ഇത്രയും നല്ല ആളുകൾ കൂടെയുള്ളതിൽ നിങ്ങൾക്ക് വലിയ നന്ദി തോന്നും. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ നിർദ്ദേശിക്കുന്നതുപോലെ ഈ നല്ല ആളുകളോട് നിങ്ങളുടെ നന്ദി അറിയിക്കാൻ മറക്കരുത്. ഇന്ന് നിങ്ങൾക്ക് മഞ്ഞ നിറം ഭാഗ്യകരമാണ്. ഉച്ചയ്ക്ക് 3:15 മുതൽ വൈകുന്നേരം 5 മണി വരെയുള്ള സമയം ശുഭകരമാണ്. അതിനാൽ അതിനനുസരിച്ച് നിങ്ങളുടെ കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുക. വ്യാഴം വർഷം മുഴുവൻ വളർച്ചയെ സ്വാധീനിക്കുന്നതിനാൽ പുതിയ സമ്പത്ത് ആകർഷിക്കാൻ ഒരു ശുഭചിഹ്നം അല്ലെങ്കിൽ വസ്തുവിടെ കരുതുക. പരിഹാരം: മാനസിക വ്യക്തതയ്ക്കായി ധ്യാനിക്കുക. പ്രിയപ്പെട്ട കർക്കടകം രാശിക്കാരെ, ചിങ്ങം രാശിയിലൂടെയുള്ള ചന്ദ്രന്റെ സംക്രമണം ഇന്ന് നിങ്ങളെ സന്തോഷവാനും സാമൂഹിക കാര്യങ്ങളിൽ താൽപ്പര്യമുള്ളവനുമാക്കുന്നു. ജോലിസ്ഥലത്തെ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളിലെ തിരക്കുകൾക്ക് ശേഷം
ഇന്ന് നിങ്ങൾക്ക് വിശ്രമിക്കാനും ചെറിയ കാര്യങ്ങളെക്കുറിച്ച് ആകുലപ്പെടാതിരിക്കാനും തോന്നും. നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടൊപ്പം സമയം ചെലവഴിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പ്രകാരം ഇത് നിങ്ങളുടെ ബന്ധങ്ങളിൽ ഐക്യം കൊണ്ടുവരികയും നിങ്ങൾക്ക് വലിയ ആശ്വാസം നൽകുകയും ചെയ്യും. ഇന്ന് നിങ്ങൾക്ക് ഭാഗ്യം നൽകുന്ന നിറം തവിട്ടു നിറമാണ്. വൈകുന്നേരം 6 മണി മുതൽ രാത്രി 8 മണി വരെയുള്ള സമയം നിങ്ങൾക്ക് വളരെ ശുഭകരമാണ്. അതിനാൽ നിങ്ങളുടെ പ്രധാനപ്പെട്ട ജോലികൾ ഈ സമയത്ത് ക്രമീകരിക്കുക. ഈ വർഷം വ്യാഴം ഗ്രഹം നവീകരണത്തിന് പ്രചോദനം നൽകുന്നതിനാൽ വൈകാരികമായ ശാന്തതയും ആന്തരികമായ സന്തുലിതാവസ്ഥയും നിലനിർത്താൻ ചില പരിഹാരങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്. പരിഹാരം: പഴയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടുക. പ്രിയ ചിങ്ങം രാശിക്കാരെ, ഇന്ന് ചന്ദ്രൻ നിങ്ങളുടെ രാശിയിൽ തന്നെ സ്ഥിതി ചെയ്യുന്നതിനാൽ നിങ്ങളുടെ സർഗാത്മകതയെയും കഴിവുകളെയും എല്ലാവരും വിലമതിക്കുകയും പ്രശംസിക്കുകയും ചെയ്യും. ഇത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച ദിവസങ്ങളിൽ ഒന്നായി മാറിയേക്കാം. മറ്റുള്ളവരുടെ സങ്കീർണവും ബുദ്ധിമുട്ടേറിയതുമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിങ്ങൾക്ക് ഇന്ന് സാധിക്കും. ഇത് മറ്റുള്ളവരെ അത്ഭുതപ്പെടുത്തും. നിങ്ങളുടെ പ്രശ്നപരിഹാരശേഷിയെ ആരാധിക്കുന്നവർ നിങ്ങളെ കൂടുതൽ കൂടുതൽ സമീപിക്കും. നിങ്ങൾ ദീർഘകാലമായി കാത്തിരുന്ന സുവർണാവസരം ഇതാണ്. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഇന്ന് നിങ്ങൾക്ക് സമൂഹത്തിൽ വലിയ ബഹുമാനവും ആദരവും ലഭിക്കാൻ സാധ്യതയുണ്ട്. ഈ അവസരം പാഴാക്കരുത്. നിങ്ങളുടെ ബുദ്ധിശക്തി ഉപയോഗിച്ച് നേട്ടങ്ങൾ കൊയ്യുക. ഈ വർഷം രാഹുവിന്റെ സ്വാധീനം ശക്തമായിരിക്കാം. അതിനാൽ സംരക്ഷണത്തിനും വ്യക്തതയ്ക്കും വേണ്ടി ഒരു രക്ഷാകവചം കൈവശം വയ്ക്കുകയോ പ്രത്യേക പരിഹാരങ്ങൾ ചെയ്യുകയോ ചെയ്യുക. ഇന്നത്തെ പരിഹാരം: ഒരു നല്ല പുസ്തകം വായിക്കുക. ഇത് നിങ്ങൾക്ക് കൂടുതൽ അറിവും മാനസിക വ്യക്തതയും നൽകും. പ്രിയ കന്നി രാശിക്കാരെ, ചന്ദ്രൻ ഇന്ന് ചിങ്ങം രാശിയിൽ നിൽക്കുന്നതിനാൽ നിങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ മെച്ചപ്പെടുത്താൻ വളരെ അനുകൂലമായ ഒരു ദിവസമാണിത്. നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടൊപ്പം ഒരു യാത്ര പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള ഏറ്റവും മികച്ച സമയമാണിത്. അല്ലെങ്കിൽ കുറഞ്ഞപക്ഷം അതിനുള്ള പ്ലാനിംഗ് എങ്കിലും തുടങ്ങുക. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പ്രകാരം ഈ യാത്ര നിങ്ങളുടെ എല്ലാ ആശങ്കകളും അകറ്റുകയും പഴയ സമ്മർദ്ദങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് വലിയ ആശ്വാസം നൽകുകയും ചെയ്യും. ഇന്ന് നിങ്ങൾ നടത്തുന്ന ചെറിയൊരു യാത്ര നിങ്ങളുടെ ചുറ്റുമുള്ള എല്ലാവരുടെയും ജീവിതത്തിൽ സന്തോഷവും സാഹസികതയും നിറയ്ക്കും. നിങ്ങൾക്ക് ഇന്നത്തെ ഭാഗ്യനിറം എമറാൾഡ് ഗ്രീൻ അഥവാ മരതക പച്ചയാണ്. ഇന്ന് വൈകുന്നേരം 4 മണി മുതൽ 6 മണി വരെയുള്ള സമയം നിങ്ങൾക്ക് വളരെ ഉചിതമാണ്. ശനിഗ്രഹം മൂലമുണ്ടാകുന്ന വെല്ലുവിളികളെ അതിജീവിക്കാൻ ഒരു രത്നമോ അല്ലെങ്കിൽ പ്രത്യേക വസ്തുവോ ഉപയോഗിക്കുക. പരിഹാരം: ഇന്ന് പുതിയൊരു ഹോബി അല്ലെങ്കിൽ വിനോദം പരീക്ഷിക്കാൻ ശ്രമിക്കുക. പ്രിയ തുലാം രാശിക്കാരെ, ചിങ്ങം രാശിയിലൂടെയുള്ള ചന്ദ്രന്റെ സംക്രമണം നിങ്ങളെ ഇന്ന് അല്പം അസ്വസ്ഥനും ദേഷ്യക്കാരനുമാക്കിയേക്കാം. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ നിർദ്ദേശിക്കുന്നത് പോലെ ഇന്ന് നിങ്ങൾ ശാന്തത പാലിക്കാനും നിങ്ങളുടെ ദേഷ്യത്തെ നിയന്ത്രിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. ദൈനംദിന ജോലികളിൽ മുഴുകി മനസ്സിനെ ശാന്തമായി നിലനിർത്താൻ ശ്രമിക്കുക. ദേഷ്യത്തിന് വഴങ്ങുന്നത് ഈ സിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ നിർദ്ദേശിക്കുന്നത് പോലെ നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളും ഔദ്യോഗിക കാര്യങ്ങളും കൂട്ടിക്കുഴയ്ക്കാതിരിക്കുക. ഇത് ദിവസാവസാനത്തോടെ നിങ്ങൾക്ക് കൂടുതൽ ആശ്വാസം നൽകും. ഭാഗ്യം വർദ്ധിപ്പിക്കാൻ ഇന്ന് നീല നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. ഉച്ചയ്ക്ക് 2 മണി മുതൽ 3:30 മണി വരെയുള്ള സമയം നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ നൽകാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ജാതകത്തിൽ ശനിയുടെ സ്വാധീനം കൂടുതലായതിനാൽ അത് സന്തുലിതമാക്കാൻ നീലക്കല്ല് അഥവാ നീലം ധരിക്കുന്നത് നല്ലതാണ്. പരിഹാരമായി ദിവസവും വ്യായാമം ചെയ്യാൻ ശ്രദ്ധിക്കുക. പ്രിയപ്പെട്ട വൃശ്ചികം രാശിക്കാരെ, ചിങ്ങം രാശിയിലൂടെയുള്ള ചന്ദ്രന്റെ സംക്രമണം കാരണം ഇന്ന് നിങ്ങൾ വളരെ സന്തോഷവാനും സംതൃപ്തനുമായി കാണപ്പെടുന്നു. ഇന്ന് പഴയ സുഹൃത്തുക്കളെ നേരിട്ട് കാണാനോ അല്ലെങ്കിൽ ഇന്റർനെറ്റ് വഴി അവരുമായി പെട്ടെന്ന് ബന്ധപ്പെടാനോ നിങ്ങൾക്ക് അവസരം ലഭിച്ചേക്കാം. ഈ ചെറിയ കൂടിക്കാഴ്ചകൾ നിങ്ങൾക്ക് വലിയ സന്തോഷം നൽകും. ഇന്ന് കുറച്ചു സമയം പഴയ നല്ല ഓർമ്മകൾ അയവിറക്കാനും നിങ്ങളുടെ പഴയ അനുഭവങ്ങളെക്കുറിച്ച് ചിരിക്കാനും മാറ്റിവെക്കുക. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പ്രകാരം ഇത്തരം സംഭവങ്ങളെ സന്തോഷകരമായ യാദൃശ്ചികതകളായി കണക്കാക്കണം. അതിനാൽ നിങ്ങൾ അത് പരമാവധി പ്രയോജനപ്പെടുത്തണം.
ഇന്ന് ബന്ധപ്പെട്ട സുഹൃത്തുക്കളുമായി സൗഹൃദം തുടരുക. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ വിദഗ്ധരുടെ അഭിപ്രായത്തിൽ വൈകുന്നേരം 5:30 മുതൽ 6:30 വരെയുള്ള സമയം നിങ്ങളുടെ ദിവസത്തിലെ ഏറ്റവും ഭാഗ്യകരമായ സമയമാണ്. പുതിയ കാര്യങ്ങൾ തുടങ്ങാൻ ഇത് വളരെ മികച്ചതാണ്. ശനി നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന മേഖലകളെ പരീക്ഷിക്കുന്നതിനാൽ വ്യക്തതയ്ക്കായി ഒരു രത്നം ധരിക്കുകയോ കൂടെ കരുതുകയോ ചെയ്യുക. പരിഹാരം: ഇന്ന് ശാന്തമായ സംഗീതം കേൾക്കുക. പ്രിയധനു രാശിക്കാരെ, ചിങ്ങം രാശിയിലെ ചന്ദ്രന്റെ സ്ഥാനം കാരണം ഇന്ന് നിങ്ങൾക്ക് പല കാര്യങ്ങളിലും നിരാശയും മനോവിഷമവും അനുഭവപ്പെട്ടേക്കാം. നിങ്ങൾ ആസൂത്രണം ചെയ്ത കാര്യങ്ങൾ നടപ്പിലാക്കാൻ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നേക്കാം. ഇത് നിങ്ങളുടെ പ്രവർത്തനക്ഷമതയെ ബാധിക്കുകയും നിങ്ങളെ അസ്വസ്ഥനാക്കുകയും ചെയ്യും. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ ജ്യോതിഷികൾ ഉപദേശിക്കുന്നത് ഈ പ്രശ്നങ്ങളെക്കുറിച്ച് അമിതമായി ആശങ്കപ്പെടേണ്ടതില്ല എന്നാണ്. കാരണം ഇതൊരു താൽക്കാലികമായ അവസ്ഥ മാത്രമാണ്. ധനുരാശിയുടെ ഇന്നത്തെ ജാതകം അനുസരിച്ച് സ്വർണ്ണ മഞ്ഞ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകും. നിങ്ങളുടെ പ്രധാനപ്പെട്ട ജോലികൾ വൈകുന്നേരം 6:30 മുതൽ 8 മണി വരെയുള്ള സമയത്തിനുള്ളിൽ പൂർത്തിയാക്കാൻ ശ്രമിക്കുക. കാരണം ഇതാണ് നിങ്ങളുടെ ദിവസത്തിലെ ഏറ്റവും മികച്ച സമയം. ഈ വർഷം വ്യാഴം ഗ്രഹത്തിന്റെ സ്വാധീനം മൂലം നിങ്ങൾക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ ശുഭാപ്തി വിശ്വാസം കൈവിടരുത്. പരിഹാരം: ദിവസവും നന്ദി പ്രകടിപ്പിക്കുന്ന ശീലം വളർത്തുക. പ്രിയപ്പെട്ട മകരം രാശിക്കാരെ, നിങ്ങൾക്ക് ഏറെ നാളായി ആശങ്കയും സമ്മർദ്ദവും നൽകിയിരുന്ന ഒരു നിയമപോരാട്ടം ഒടുവിൽ നിങ്ങൾക്ക് അനുകൂലമായി അവസാനിക്കാൻ പോകുന്നു. ചിങ്ങം രാശിയിലൂടെയുള്ള ചന്ദ്രന്റെ സംക്രമണം ഈ നിയമപരമായ തടസ്സങ്ങളിൽ നിന്ന് നിങ്ങളെ മോചിപ്പിക്കുകയും നിങ്ങളുടെ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങാൻ സഹായിക്കുകയും ചെയ്യും. മാനസികമായും വൈകാരികമായും പഴയ കാര്യങ്ങൾ വിട്ട് മുന്നോട്ടു പോകാനുള്ള സമയമാണിത്. കുടുംബത്തോടൊപ്പം ഒരു യാത്ര പോകുന്നത് വളരെ നല്ലതാണ്. കാരണം ഇത് ദൈനംദിന ജീവിതത്തിലെ തിരക്കുകളിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമായ വിശ്രമം നൽകുകയും മനസ്സിന് ഉന്മേഷം പകരുകയും ചെയ്യും. ഭാഗ്യത്തിനും ഐശ്വര്യത്തിനും വേണ്ടി ഇന്ന് ഇൻഡിഗോ നിറത്തിലുള്ള വസ്ത്രം ധരിക്കുക. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പ്രകാരം ഇന്ന് വൈകുന്നേരം 5 മണി മുതൽ 7 മണി വരെയുള്ള സമയം പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ഏറ്റവും അനുയോജ്യമാണ്. ഈ വർഷം രാഹുവിന്റെ സ്വാധീനം മൂലം ഊർജത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ സന്തുലിതാവസ്ഥ നിലനിർത്താൻ ഒരു രക്ഷാകവചമോ രത്നമോ കൈവശം വെക്കുന്നത് പരിഹാരം. സമ്മർദ്ദമുണ്ടാക്കുന്ന സംഭാഷണങ്ങൾ ഇന്ന് ഒഴിവാക്കുക. പ്രിയ കുംഭം രാശിക്കാരെ, ചന്ദ്രൻ ചിങ്ങം രാശിയിലേക്ക് പ്രവേശിക്കുന്നതോടെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു സന്തുലിതാവസ്ഥയും ഐക്യവും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. പ്രിയപ്പെട്ട കുംഭം രാശിക്കാരെ, നിങ്ങളുടെ വ്യക്തിപരമായ ബന്ധങ്ങളിൽ നിങ്ങൾ സാധാരണയേക്കാൾ കൂടുതൽ സെൻസിറ്റീവ് ആയിരിക്കാം. എന്നാൽ ബന്ധങ്ങളിൽ ആരോഗ്യകരമായ സന്തുലിതാവസ്ഥ നിലനിർത്താൻ നിങ്ങൾ നടത്തുന്ന ശ്രമങ്ങൾ തീർച്ചയായും ഫലം നൽകും. അല്പസമയം തനിച്ചിരിക്കുന്നതും വിശ്രമിക്കുന്നതും നിങ്ങളുടെ മാനസികമായ ഉന്മേഷത്തിന് വളരെ നല്ലതാണ്. ഇന്ന് വൈകുന്നേരം 5 മുതൽ രാത്രി 8 മണി വരെയാണ് നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായ സമയം. ഇന്നത്തെ നിങ്ങളുടെ ഭാഗ്യനിറം ഓറഞ്ച് ആണ്. ഈ വർഷം ശനിഗ്രഹത്തിന്റെ സ്വാധീനം നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതലായതിനാൽ സ്ഥിരമായ പുരോഗതിക്കായി ഒരു രത്നമോ അല്ലെങ്കിൽ വിശുദ്ധ വസ്തുവോ കൈവശം വയ്ക്കുന്നത് നല്ലതാണ്. പരിഹാരം: കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുക. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ നിങ്ങൾക്ക് ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. പ്രിയ മീനം രാശിക്കാരെ, ചിങ്ങം രാശിയിലൂടെയുള്ള ചന്ദ്രന്റെ സംക്രമണം നിങ്ങളുടെ ഊർജത്തെ ക്രിയാത്മകമായ കാര്യങ്ങളിലേക്ക് തിരിച്ചുവിടാൻ നിങ്ങളെ സഹായിക്കും. ഇന്ന് നിങ്ങൾക്ക് വളരെ ആവേശകരമായ ഒരു ദിവസമായിരിക്കും. നിങ്ങളുടെ മാനസികവും ശാരീരികവും വൈകാരികവും ആത്മീയവുമായ ആരോഗ്യം ഇന്ന് മികച്ചതായിരിക്കും. നിങ്ങളുടെ വികാരങ്ങൾ സന്തുലിതമായിരിക്കും. ആത്മവിശ്വാസം വർദ്ധിക്കും. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പ്രവചിക്കുന്നത് പ്രകാരം നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടൊപ്പം ചില അവിസ്മരണീയമായ നിമിഷങ്ങൾ ആസ്വദിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. പ്രപഞ്ചത്തിലെ എല്ലാ പോസിറ്റീവ് ഊർജത്തെയും ആകർഷിക്കാൻ ഇന്ന് നാരങ്ങയുടെ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. മികച്ച ഫലങ്ങൾ ലഭിക്കുന്നതിനായി നിങ്ങളുടെ പ്രധാനപ്പെട്ട ജോലികൾ ഇന്ന് ഉച്ചയ്ക്ക് 3:15 മുൻപായി പൂർത്തിയാക്കാൻ ശ്രദ്ധിക്കുക.
ഈ വർഷം ശനിയുടെ സ്വാധീനത്തെ സന്തുലിതമാക്കാൻ നിങ്ങളുടെ കൈവശം ഒരു ശുഭകരമായ വസ്തു സൂക്ഷിക്കുകയോ അല്ലെങ്കിൽ ഒരു രത്നം ധരിക്കുകയോ ചെയ്യുക. പരിഹാരം: ഇന്ന് വീട്ടിൽ ഒരു പോഷകസമൃദ്ധമായ ഭക്ഷണം പാകം ചെയ്യുക.